ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ലഞ്ച് പ്രിപ്പറേഷനും അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അതുപോലെ മക്കളൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഫ്ക്ക രാവിലെ തന്നെ പോയിട്ട് ഇതാ പച്ചക്കറികളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിന്ന് വിരുന്നുകാരുണ്ട് കേട്ടോ. വിരുന്നുകാർ പറഞ്ഞാൽ എൻ്റെ ഉമ്മയും ഉപ്പയാണ്. അപ്പോൾ അവർക്ക് പച്ചക്കറിക്കാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ സാദാ ചോറും ബിരിയാണിയൊന്നും വലിയൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിതാ കുറച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു, അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്ന് കുറച്ച് സാമ്പാറിന് എടുത്തിട്ടുണ്ട്. പരിപ്പും പച്ചക്കറിയും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കുക. ഇവിടെ മക്കൾക്കൊക്കെ അതാണ് ഇഷ്ടം. നന്നായിട്ട് വെന്തിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ട് ഞാനിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയപ്പോഴേക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വെള്ളം വാർത്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സാമ്പാറാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ്. ഇനി ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ അവിയലിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചെറിയ കുക്കറിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇനി മറ്റേ അടുപ്പത്തും കൂടെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്നാൽ ഈ കുക്കിങ്ങൊക്കെ ഒരുമിച്ച് തീർന്നോളുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി അടുപ്പത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഞാൻ ഒരു മുറത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പണികളൊക്കെ ഒതുങ്ങിയിട്ട് സാവധാനം ഫ്രിഡ്ജിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ വളരെ കുറച്ച് പാത്രങ്ങളും കൂടിയുള്ളത്. ഇപ്പോൾ ഞാൻ ചോറ് വെള്ളം വാർത്തത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയത്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ കിച്ചണും കൂടെ ഒന്ന് തുടച്ചെടുക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു. അലക്കാനുള്ളതെല്ലാം കൂടെ ഞാൻ കസേരയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ. ഇനി ഇവിടെ തുടച്ചതിന് ശേഷം അത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുക്കിങ്ങിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കൂടി നടത്തുട്ടോ. അപ്പോൾ രണ്ടും ഒരുമിച്ച് തീർന്നോളൂ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഷീനു സ്കൂളിൽ പോകാനാകുമ്പോഴേക്ക് അടിച്ചുവാരലും തുടക്കലൊക്കെ കിച്ചൺ വരെ തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി കിച്ചണിലെ പണികൾ തീർത്തിട്ട് അവിടെയും കൂടെ തുടക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ഇന്നിപ്പോൾ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഏകദേശം 1/4 കിലോ ഉണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചപ്പും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ അരച്ചപ്പോൾ തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു, വലിയ ജീരകം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാല ഇട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ സമയം ഒരു മുട്ടയും അതുപോലെ തന്നെ കോൺഫ്ലവർ പൊടിയും മൈദയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഏകദേശം 1/4 കിലോ ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും 1 ടീസ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതിയേ. അത് ഈ സമയത്ത് ചേർക്കണ്ടേ. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ സാമ്പാറിനേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നന്നായിട്ട് വെന്തുടയാണ് കേട്ടോ. അതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇനി നമുക്കൊന്ന് വറവിട്ടെടുക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കടുകൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഈ സമയം വേണമെങ്കിൽ കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ആയതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ അതിന് ശേഷം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തരക്കാനൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒഴിച്ചത് എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ആവശ്യത്തിന് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. സിമ്മിലിട്ടിട്ട് സാവധാനം നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇങ്ങനെ പച്ചക്കറിയൊക്കെ വെന്തുടഞ്ഞാൽ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് നന്നാവും കേട്ടോ. കാരണം ഇന്ന് നന്നായിട്ട് ഉടഞ്ഞിട്ട് നല്ല കുഴമ്പ് പരുവത്തിലാവും കറി. ആ സമയപ്പോഴേക്ക് നമ്മുടെ അവിയലിൻ്റെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് തൈര് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പുളിവെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകം കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കണേ. ആ സമയത്ത് നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് സമയം എടുത്ത് തിളപ്പിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ആ സമയം ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേ ഞാൻ കോൺഫ്ലവർ പൊടി മുട്ടയും ചേർത്തിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല.
അതുപോലെ തന്നെ നമ്മുടെ അവിയലിലും ഞാൻ അരപ്പും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 3 അടുപ്പത്തും സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ആ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ അവിയലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഏകദേശം 11:30 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ വർക്ക് ഏരിയ മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പോൾ കഴുകി വെക്കുന്നുണ്ട്. അത് ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല, കാരണം കൈ നനയുമല്ലോ. അപ്പം ക്യാമറ ഓണാക്കാനും ഓഫാക്കാനൊക്കെ ഒരു പ്രയാസമായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.